ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ സെൻസെക്സ് 600 പോയിൻറ്റും നിഫ്റ്റി 180 പോയിൻറ്റിൻ്റെയും ഒരു ശക്തമായിട്ടുള്ള ഒരു റാലി തന്നെ കിട്ടി. ഇന്നലെ FISൻ്റെ ഭാഗത്ത് നിന്ന് 2000 കോടി രൂപയ്ക്ക് മുകളിൽ അവർ സെല്ല് ചെയ്തിട്ട് പോലും നമുക്ക് 24,000-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് 24,178 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. ഇന്നലെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം യുഎസിൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനമായിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് അൺചേഞ്ച് ആയിട്ട് നിലനിർത്തി എന്നുള്ളതാണ് ഒരു ന്യൂസ്. കൂടാതെ തന്നെ വേദാന്തയുടെ എക്സ് ഡീമർജർ ഡേറ്റാണ് ഇന്ന്. വേദാന്ത പല ഉപകമ്പനികളായിട്ടും 5 ഉപകമ്പനികളായിട്ട് മാറും. അപ്പോൾ ഹോൾഡ് ചെയ്ത ആളുകൾക്ക് ആ കമ്പനീസ് എല്ലാം തന്നെ ലിസ്റ്റ് ചെയ്യുന്ന ദിവസം നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാന ഒരു കാര്യം. കൂടാതെ നാളെ മാർക്കറ്റ് അവധി ആയതുകൊണ്ട് തന്നെ ഒരു ലോങ് വീക്കെൻഡിലേക്ക് മാർക്കറ്റ് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്താൽ 3 ദിവസത്തിന് ശേഷം ഉള്ള ഇമ്പാക്റ്റായിരിക്കും നമുക്ക് തിങ്കളാഴ്ച കിട്ടുക. എന്തും സംഭവിക്കാം ലോകത്തിൽ. കൂടാതെ നാളെ നമ്മുടെ മാർക്കറ്റാണ് ഇല്ലാത്തുള്ളൂ, US മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റും കൂടി നമുക്ക് വരും. അപ്പോൾ അത് ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് 4,567, സിൽവർ ഒന്ന് സ്പൈക്ക് ചെയ്തു 72ആയി, ബിറ്റ് കോയിൻ സസ്റ്റെയിൻ ചെയ്ത് 76,000, ബ്രൻ്റ് ഓയിൽ 111 ശ്രദ്ധിക്കുക, ബ്രൻ്റ് ഓയിൽ 111ആയി, നാച്ചുറൽ ഗ്യാസ് 2.6, ഗിഫ്റ്റ് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ്, ഡോ ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും ഫ്ലാറ്റാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ നെഗറ്റീവാണ്. ഇന്നലെ ക്ലോസ് ആയ US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവാണ്. ഇന്നലെ ക്ലോസ് ആയ US വിക്സ് സ്പൈക്ക് ചെയ്തിട്ടുണ്ട് 3.5. ഇന്നലെ ഇന്ത്യ വിക്സ് സ്പൈക്ക് ചെയ്തിരുന്നില്ല, ഫോളാണ് ഉണ്ടായിട്ടുള്ളത്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളെ കാണാം. വിപ്രോ ഇടിഞ്ഞിരുന്നു, എക്സ്റ്റൻഡ് അവേഴ്സിൽ തിരിച്ചു കയറി. ICICI ബാങ്ക് ഏകദേശം ഒരു 1.5% ഇടിവാണ് ഉള്ളത്. ഡോക്ടർ റെഡ്ഡിയും 2% ഇടിവ് രേഖപ്പെടുത്തി. ഇനി നമുക്ക് ബിറ്റ് കോയിൻ്റെ ചാർട്ട് നോക്കാം. ഈ ബിറ്റ് കോയിനിലൊക്കെ ട്രേഡ് ചെയ്യണം, എന്നാൽ ഇന്ത്യൻ ബ്രോക്കർ തന്നെ വേണം എന്നുള്ള ആളുകൾക്ക് ഇന്ത്യൻ ബ്രോക്കർ ഇപ്പോൾ ഉണ്ട്, ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ. അപ്പോൾ INR തന്നെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. ബിറ്റ് കോയിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ 76,245. അപ്പോൾ ബിറ്റ് കോയിൻ നമുക്ക് ഓപ്ഷൻ ചെയ്യാം ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ എന്ന് പറയുന്ന ബ്രോക്കറിൽ. അപ്പോൾ അക്കൗണ്ട് ഓപ്പണിംഗ് ഫസ്റ്റ് കമ്മിൽ ഞാൻ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. HUL റിസൾട്ട്, അദാനി എൻ്റർപ്രൈസസ്, അദാനി പോർട്ട്, ബജാജ് ഫിൻസർവ്, ACC തുടങ്ങിയ കമ്പനീസ് ലാർജ് ക്യാപ്പ്. മിഡ് ക്യാപ്പിൽ ഡോക്ടർ അത്ഭുത് ലാബ്, ലോറസ് ലാബ്, നാഷണൽ അലൂമിനിയം തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട്. ഇനി കജാരിയ സെറാമിക് പോലെയുള്ള കമ്പനീസിൻ്റെ റിസൾട്ടും ഇന്നുണ്ട്. ഇന്ന് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാൻ ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. അദാനി പവർ നെറ്റ് പ്രോഫിറ്റ് 52% ഉയർന്ന് 4,017 കോടി രൂപ കരസ്ഥമാക്കി. ബജാജ് ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് 22% ഉയർന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 20% ഉയർന്നു. സ്കാഫേഴ്സ് ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 25% ഉയർന്നു. നവീൻ ഫ്ലോറൈൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഡബിളായി 213 കോടി രൂപ കരസ്ഥമാക്കി. 8 രൂപ 60 പൈസ അവർ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. LNT കമ്പനിയും ഹൈദരാബാദ് മെട്രോ റെയിൽവേ ആയിട്ടൊരു ഓർഡർ 1,461 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. IIFL ഫിനാൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 568 കോടി രൂപ, 200 കോടി രൂപയിൽ നിന്ന് പ്രോഫിറ്റ് ഉയർന്നു. ഇന്ത്യൻ ഹ്യൂം പൈപ്പ് കമ്പനിക്ക് 458 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് ഇത് റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. ഇവർ 50% ജോയിൻറ്റ് വെഞ്ചറിൽ ബാംഗ്ലൂരിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ ധാരണയായി. ജന സ്മോൾ ഫിനാൻസ് ബാങ്ക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 140 കോടി രൂപ, 123 നിന്ന് പ്രോഫിറ്റ് ഉയർന്നു. MOL കമ്പനി നെറ്റ് പ്രോഫിറ്റ് 20% ഇടിവ് രേഖപ്പെടുത്തി. ഡാൽമിയ ഭാരത് 17 കോടി രൂപക്ക് ഇവർ ഓസ്റ്റർ ഗ്രീൻ ഹൈബ്രിഡ് കമ്പനീനെ അക്യൂർ ചെയ്യുന്നു. ടെക്സ്മാക്കോ റെയിൽ കമ്പനിക്ക് 187 കോടി രൂപയുടെ ഒരു ഓർഡർ സദേൺ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ഇതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. അപ്പോൾ ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ഫസ്റ്റ് കമ്മിലുണ്ട്, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. INR നമുക്ക് ബിറ്റ് കോയിൻ ട്രേഡ് ചെയ്യാം. അപ്പോൾ വൈകിട്ട് കാണാം. താങ്ക് യു ഓൾ.